മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പി.ടി. തോമസ് എടുത്ത നിലപാട് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നാണ്. അത് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ പറയുന്നൊരു കാര്യമാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം ഉണ്ടായപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിൽ പരാജയപ്പെട്ട പരാജയത്തിന്റെ ഉത്തരവാദിത്വം അല്ല, ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിട്ടില്ല. ചിലരൊക്കെ അത് വ്യക്തിപരമായി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് പി.ടി. തോമസ് എന്ന് പറയുന്ന എന്നോട് വ്യക്തിപരമായ ചില വിരോധങ്ങൾ, ചില ഗ്രൂപ്പ് ഇക്വേഷൻസ്, ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ഇത് വെച്ച് പി.ടി. തോമസിനെ ഫിനിഷ് ചെയ്യാൻ നല്ല ഒരു മാർഗമാണ് എന്ന് വിചാരിച്ച് നടത്തിയ ചില കരുനീക്കങ്ങൾ അതിന് പിന്നിലുണ്ട്. അത് താങ്കളുടെ പാർട്ടി തന്നെ താങ്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഞാൻ പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നില്ല. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അത് ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാതിരിക്കുകയും ചെയ്തു. ഏത് ഗ്രൂപ്പ് അത് താങ്കളെ? ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ അകത്ത് പ്രത്യേക ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന്റെ അകത്ത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പം ചെത്താൽ കട്ടിലേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ, അതോടൊപ്പം തന്നെ എന്റെ പ്രവർത്തനത്തെ എങ്ങനെയും തടയിടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ, ഇവരെല്ലാം കൂടി ഒരു കമ്പയിനായി ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്നിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ പി.ടി. തോമസ് ആയിരുന്നു. മാത്രമല്ല എ ഗ്രൂപ്പിന്റെ ശക്തനായ കമാൻഡർ ആയിരുന്നു പി.ടി. തോമസ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ പോലും നേതാവിനെ താങ്കളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയത്? അല്ല, അത് ഓരോരോ സാഹചര്യങ്ങളാണ്. ഞാനിപ്പം ഞാൻ മാത്രമല്ല, ഇടുക്കിയിൽ ധാരാളം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കം KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എന്റെ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങളാണ്. ഞാനിപ്പം അവരെ വ്യക്തിപരമായി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ജില്ലാ നേതൃത്വമാണ് അതിന്റെ പിന്നിൽ അല്ല, ജില്ലാ നേതൃത്വം മാത്രമല്ല. ഞാൻ പറഞ്ഞത് ഈ വസ്തുതകളെ വിലയിരുത്തും. ഉദാഹരണത്തിന് ഞാൻ നിന്നാൽ ഈ സീറ്റ് നഷ്ടപ്പെടും, ഈ സീറ്റ് മാത്രമല്ല വേറെ ചില സീറ്റുകളും നഷ്ടപ്പെടും എന്ന ചില ധാരണ സംസ്ഥാന നേതാക്കന്മാർക്ക് കൊടുക്കാൻ ചില കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ടാണ് പി.ടി. തോമസ് മാറി വരുന്ന പുതിയ സ്ഥാനാർത്ഥിക്ക് എല്ലാ പിന്തുണയും ഇത്തരം ആളുകൾ കൊടുക്കും എന്നൊക്കെയുള്ള ചില വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാണ് നേതൃത്വം ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചില പോലീസുകാർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന പോലെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ പി.ടി. തോമസിനെ നേരെ കാസർഗോട്ടേക്കാണ് അടിച്ചത് ഇടുക്കിയിൽ നിന്ന്. എന്തായിരുന്നു അതിനൊരു ചെറിയ കാര്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് സീറ്റ് ഇല്ലാതെ വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ പി.ടി. തോമസ് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുനിന്ന് മാറി നിൽക്കണം എന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായി പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. അപ്പൊ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു, ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ നേതാക്കൾ ആരെങ്കിലും അത് ഡിനേ ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷെ 2 ദിവസമായിട്ടും ആരും ഡിനേ ചെയ്തില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാൻ KPCC പ്രസിഡന്റിനോട് പറഞ്ഞു, എനിക്ക് ഇടുക്കി ഒഴിച്ചുള്ള ഒരു മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നാൽ ഉചിതമാണ്. കാരണം എനിക്ക് താല്പര്യമാണ്. കാരണം ഞാൻ മാറി നിന്നാൽ ഇടുക്കിയിൽ ഗുണപ്രദമാണ് എന്നൊരു വാർത്ത വന്നിട്ടത് ജില്ലാ നേതൃത്വം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അവരതിനെ ഓൺ ചെയ്യുന്നുവെന്ന്. പി.ടി. തോമസിന്റെ സാന്നിധ്യം പോലും ഇടുക്കിയിൽ തോന്നും. അത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് പി.ടി. തോമസ് സ്ഥലത്തില്ലെങ്കിൽ വോട്ടെല്ലാം കിട്ടിക്കോളൂന്നായിരിക്കും അവർ വിചാരിച്ചിരുന്നത്. അത് പി.ടി. തോമസ് ഏതായാലും അത് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു കണക്കിന് അത് നന്നായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഡീൻ കുര്യാക്കോസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനും ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ട് ഉണ്ടാകാൻ തയ്യാറാകാതിരുന്നവരും ഒക്കെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യപാത്രങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോ ഞാൻ ആ രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല, പി.ടി. മാറി നിന്ന് തോൽപ്പിച്ചു എന്ന് ഒരു ആരോപണമുണ്ട്. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. ഞാൻ പി.ടി. തോമസ് മാറി നിന്ന് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയെ പി.ടി. തോമസ് പിന്തുണച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒളിയം പെയ്ത ആളല്ല ഞാൻ. എനിക്ക് ഞാൻ ഈ മാധവ് ഗാഡ്ഗിൽ, ജയറാം രമേശ്, ആ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ 30-ൽ പരം MP-മാർ പങ്കെടുത്ത യോഗത്തിൽ ഞാൻ വളരെ വ്യക്തമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് റിപ്പോർട്ട്, അത് കർഷകരെ എങ്ങനെ ബാധിക്കും എന്ന കാര്യങ്ങൾ വിശദമായി അവിടെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അനുബന്ധമായി പി.ടി. തോമസ് പറഞ്ഞ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, കർഷകന് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ കർഷകനെ വിശ്വാസത്തിലെടുത്ത്
പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന നിലപാടാണ് ഞാൻ എടുത്തത്. ആ നിലപാട് ഞാൻ ഉൾപ്പെടെ പറഞ്ഞ ഒരു നിലപാട് വീണ്ടും ഇവിടെ നടപ്പാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, നടപ്പാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതിന് ഒത്തിരി പ്രോസസ് കൂടെ ഉണ്ട്. കാരണം അതിന് പല അതോറിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്, പലതരത്തിലൊക്കെ ജനപ്രതിനിധികളുമായിട്ട് ആലോചനയാണ് പി ടി തോമസ് എടുത്തത്. അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിലെ ചാടിക്കേറിയല്ല നിലപാടെടുത്തത്. ഞാൻ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കട്ടപ്പനയിൽ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, അത് കർഷകന് ഗുണപ്രദമാണോ ദോഷം കഴിഞ്ഞപ്പോൾ അതിനാശ്വാസത്തിന്റെ ഒരു തെളിനീരായി കടന്നു വന്ന ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടും തന്നെ എന്താണ് ഗാഡ്ഗിൽ എന്ന് ജനങ്ങളോട് പറയണം. അതിന്റെ ദോഷം എന്ത്, അതിന്റെ ഗുണമെന്ത് എന്ന് നിഷ്പക്ഷമായി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ചർച്ച നടത്തിയത്. അതിനെ പൊളിറ്റിക്കലായി അപക്വമായി ജില്ലയിലെ എന്റെ സഹപ്രവർത്തകരുടെ ഉണ്ടായിരുന്ന CPM ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ നടത്തിയ ഒരു സംയുക്ത നീക്കമാണ് ഡീൻ കുര്യാക്കോസിന്റെ തോൽവി. യഥാർത്ഥത്തില് സിറ്റിംഗ് MP ആയിരുന്ന ഒരാൾക്ക് മാത്രമാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. ഇപ്പം പീതാംബരക്കുറുപ്പിന് സീറ്റ് കിട്ടാതെ പോയതിന്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ്. പി ടി തോമസിന് മാത്രമാണ് സീറ്റ് കിട്ടാതെ പോയത്. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് വിസ്തീർണമാണ് താങ്കളോട് പറഞ്ഞത്? അല്ല, എന്നോട് വിസ്തീർണം ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നോട് സീറ്റ് പി ടി തോമസിന് സീറ്റില്ല എന്ന് എന്നെ ഡൽഹിയിൽ നിന്നും എന്നെ പോലെ ഇവിടെ നടക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനോട് കുറെ കൂടി കരുണ പാർട്ടി നേതൃത്വം കാണിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് ആരോടും വിരോധമില്ല. കാരണം ഞാൻ വളരെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. ഞാൻ KSUവിന്റെ യൂണിറ്റ് വൈസ് പ്രസിഡന്റായി മാറിവേനിയസ് കോളേജിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരാളാണ്. ഞാൻ KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പല പദവികളും വഹിച്ചിട്ടുണ്ട്. 2 വട്ടം ഞാൻ MLA ആയി, ജില്ലാ കൌൺസിൽ അംഗമായി, ഇപ്പൊ MP ആയി. പാർട്ടി എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി എനിക്ക് വലിയ അംഗീകാരം തന്നു. ഇത്ത ഘട്ടത്തിൽ ആ പാർട്ടിയെ തള്ളിപ്പറയാനോ വരുമ്പോൾ വ്യക്തമാവുന്നു. അല്ല, ദോഷം ചെയ്തിട്ടില്ല. അതിനെ രാഷ്ട്രീയമായി നേരിടാത്തത് കൊണ്ടാണ്. ഇന്നിപ്പോ അവര് തന്നെ പറയുന്നുണ്ട് ഇത് ചർച്ച ചെയ്ത് നടപ്പാക്കാവുന്നൊക്കെയാണ് ഇപ്പം പറയണത്. ഞാൻ ഇവരോടെല്ലാം ചോദിച്ചു, ഏത് വാക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എവിടെയാണ് കർഷകദ്രോഹം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഒരു കർഷകനോ ₹1 കോടി ഉന്നമനത്തിന് വേണ്ടി പശ്ചിമഘട്ട മേഖലയിൽ ചെലവഴിക്കണമെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഇപ്പം കമ്പ്യൂട്ടർ വന്ന അവസരത്തിൽ തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അന്ന് CPM കമ്പ്യൂട്ടർ തല്ലി തകർത്ത ഒരു സംഭവമാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ നടന്നത്. ഏറ്റവും പരിഹാസ്യമായ ഒരു നടപടി എന്താണെന്ന് ചോദിച്ചാൽ, പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിന് വിമുഖത കാണിക്കുന്ന, അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തോ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ലോക പരിസ്ഥിതി ദിനത്തിൽ അവിടെ ഇവിടെ ഓരോ തൈ വെച്ച് നട്ടുകൊണ്ട് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രേമികളാണെന്ന് പറയാൻ മുന്നോട്ട് വരുന്നു എന്നുള്ള കാപട്യവും കൂടി ഇതിലുണ്ട്. ഈ സത്യത്തിലെ ഇടുക്കിയിലെ ഈ വിജയം, ജോയ്സ് ജോർജിന്റെ വിജയം എന്ന് പറയുന്നത് സഭയുടെ ഒരു വിജയമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ഞാൻ അതിനെ കാണുന്നത് സഭയുടെ വിജയം എന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു വിജയം എന്നുള്ളതിനേക്കാൾ ഉപരി കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും പ്രവർത്തന വൈകല്യമോ അല്ലെങ്കിൽ അവര് മനഃപൂർവ്വം നടത്തിയ പോരായ്മ കൊണ്ടോ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ UDF എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ പാർട്ടിയാണ് എല്ലാ പ്രവർത്തനത്തിനും മുൻകൈ എടുക്കേണ്ടത്. ഇപ്പൊ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സത്യസന്ധമായി വിലയിരുത്തി അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. വിലയിരുത്തി നോക്കിയാൽ കാണാൻ കഴിയുന്നത് വളരെ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഒരു നിയോജകമണ്ഡലം തലത്തിൽ പോലും ഒരു വിലയിരുത്തൽ യോഗം നടന്നിട്ടില്ല. മണ്ഡലം തലത്തിൽ ഒട്ടും നടന്നിട്ടില്ല. ഇടുക്കിയിലെ കോൺഗ്രസ് പ്രവർത്തകർ നല്ല ഡിവോട്ടഡ് ആയി വർക്ക് ചെയ്യുന്ന നല്ല മിടുക്കരാണ്. ഇപ്രാവശ്യം ഉണ്ടായില്ല. മറ്റ് ആ പാർട്ടി പ്രവർത്തകരെ വേണ്ട രീതിയിൽ നയിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഡീൻ കുര്യാക്കോസിനെ നിർത്തി നിങ്ങൾ തോൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ഡീൻ കുര്യാക്കോസിനെ നിർത്തി തോൽപ്പിച്ചതാണ്. കോൺഗ്രസിന് ശക്തിയില്ലാത്തതുകൊണ്ട് തോറ്റിട്ടുള്ളതല്ല, പ്രവർത്തന വൈകല്യം കൊണ്ട് തോറ്റിട്ടുള്ളതാണ്. ഈ ഹൈറേഞ്ച് സംരക്ഷണ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജോയ്സ് ജോർജിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോക്സഭാ സീറ്റ് തന്നെയായിരുന്നു. എന്താണ് താങ്കളുടെ ഒരു ബോധ്യപ്പെടുന്നത്? അത് CPMഉം അവരും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം ആലോചിക്കേണ്ടത്. കാരണം CPM ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും അവസാനം അദ്ദേഹം CPMൽ ചേർന്നിരിക്കുന്നു. പാർലമെന്റിൽ അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നു ഞാൻ CPMൽ ചേർന്നു എന്ന്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഞാൻ CPMന്റെ സ്ഥാനാർത്ഥിയാണെന്നോ CPMന്റെ സഖ്യം ഞങ്ങൾക്ക് അവർ പിന്തുണ തന്നു എന്നൊക്കെയാണ് പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പൊ CPMൽ ചേർന്നിട്ട് പോലും ബിഷപ്പടക്കം ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജനങ്ങളെ കബളിപ്പിക്കുമായിരുന്നു. പി ടി തോമസ്, ഈ സഭ തീരുമാനിച്ചപ്പോഴേ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ അവർക്ക് പി ടി തോമസിന്റെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. സഭയുമായിട്ട് കോംപ്രമൈസിന് പി ടി തോമസ് തയ്യാറാകുമോ? യഥാർത്ഥത്തിൽ വളരെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ പറ്റിയും. സഭ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ കോൺഗ്രസിനെ എതിർത്തിട്ടില്ല.
ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ സീറോ മലബാർ സഭയുടെ 6 or 7 രൂപതകളുണ്ട്. അതിൽ ഒരു രൂപത, ഇടുക്കി രൂപതയിലെ ബിഷപ്പും കുറച്ച്, അതെന്താണെന്ന് എനിക്കപ്പം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. കാരണം അവർ എല്ലാം ക്ഷമിക്കുക, പൊറുക്കുക, മാപ്പ് നൽകുക എന്നൊക്കെയാണ്. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, എനിക്കൊരു വിരോധമുള്ളതായിട്ട് അറിയത്തില്ല. കാരണം ഞാൻ നേരെ പല കാര്യങ്ങളും ഇടപെട്ടിട്ടുള്ളൂ. ഒരു വിരോധം എന്നോടുണ്ടാകേണ്ട കാര്യമില്ല. താങ്കളോട് മാത്രമല്ല, ഇപ്പൊ ഡീൻ കുര്യാക്കോസ് അവിടെ ചെല്ലുമ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതൊരു വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം. ഉദാഹരണത്തിന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, ഇപ്പൊ ഞാനടക്കം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാമുദായിക നേതാക്കളെ, വോട്ടുള്ള ആളുകളെയൊക്കെ, വ്യക്തികളാണെങ്കിലും സമുദായ സംഘടനകളാണെങ്കിലും ഒക്കെ കാണാൻ സ്ഥാനാർത്ഥികൾ പോകാറുണ്ട്. അതിനർത്ഥം ആ സമുദായത്തിന് കീഴ്പ്പെട്ടു എന്നൊന്നുമല്ല. അപ്പൊ അങ്ങനെ കാണാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ അതിഥി ദേവോ ഭവ എന്ന് പഠിപ്പിച്ച ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ്. അത് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് എന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ ഇടുക്കി രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പി ടിയുടെ ഒരു തട്ടകം. അവിടെ ഈ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് തുടരാൻ കഴിയുമോ പി ടി? ഞാൻ സഭയെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഇടുക്കി രൂപതയിൽപ്പെട്ടവർ തന്നെ, അല്ലെങ്കിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡല പദവികളിൽപ്പെട്ട കന്യാസ്ത്രീകൾ അവരല്ല, അവർ പല രീതിയിൽ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ താങ്കളുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് അത് ബോധ്യപ്പെട്ടില്ല? അത് ചില കാര്യങ്ങൾ താമസിച്ചേ ബോധ്യപ്പെടുള്ളൂ. പാർട്ടിക്ക് മാത്രമല്ല, ചില സംഭവങ്ങൾ സത്യം അല്പം താമസിച്ചേ രംഗത്തേക്ക് ഇറങ്ങുള്ളൂ. കാരണം നുണ ഒരു 2-3 റൗണ്ട് ലോക സഞ്ചാരം നടത്തി കഴിയുമ്പോഴേ സത്യം രംഗത്ത് വരുള്ളൂ എന്നാണ്. അല്ല, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. പ്രായോഗിക രാഷ്ട്രീയ രംഗത്ത് ഒരു വീഴ്ച പി ടിക്ക് പറ്റിയോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. കമ്മിറ്റി ഉൾപ്പെടുകയും ഇടുക്കിയിൽ വന്ന് ഒരു കാരണവശാലും ഇതിവിടെ നടപ്പാക്കാൻ പറ്റിയാൽ എന്റെ മൃതദേഹത്തിൽ ചവിട്ടി മാത്രമേ നടപ്പാക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാപട്യം പറയാൻ എനിക്ക് എന്റെ മനസ്സനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ ചില പോരായ്മയുണ്ട്. താങ്കളോടൊപ്പം നമ്മൾ ഒറ്റയ്ക്കായ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ നിലപാട് അംഗീകരിക്കും. ഉദാഹരണത്തിന് ജർമ്മനി അടക്കമുള്ള ലോകത്തിലെ യൂറോപ്പിലെയൊക്കെ നിരവധി രാജ്യങ്ങൾ, ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന പുതിയ മാർപ്പാപ്പ അടക്കം ലോകത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ പേരിലാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ പോലും ഇപ്പൊ മുസ്ലിം ലീഗ് പരിസ്ഥിതി രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു നിലപാട് അവരെടുത്തിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയോടും ഞാൻ സംസാരിക്കുമ്പോൾ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ വലിയ കുഴപ്പമില്ല എന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാവാം. മുൻപ് അതൊരു സത്യസന്ധതയില്ലായ്മയല്ല അക്കാര്യത്തിൽ. താങ്കളോട് രഹസ്യമായി ഇത് നടപ്പാക്കേണ്ടതാണെന്ന് പറയുക, എന്നിട്ട് മറ്റൊരു നിലപാട് പരസ്യമായി സ്വീകരിക്കുക. അല്ല, ഇടുക്കിയിലുള്ള കോൺഗ്രസ് UDF നേതാക്കന്മാര് പോയി വലിയ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിയുടെ മേലും KPCC പ്രസിഡന്റ് മേലും. കാരണം വലിയ പ്രശ്നമാണ്, ഞങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പാടില്ല. കാരണം അത്രമാത്രം വലിയ അടിസ്ഥാനരഹിതമായ പ്രചരണമല്ല നടത്തിയത്. ആത്മീയത ജനങ്ങളുടെ ഒരു വികാരപരമായ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്വകാര്യതയിൽ കടന്നു കയറാനുള്ള ആത്മീയതയുടെ കഴിവ് നമുക്കറിയാം. എത്ര നീചമായ പ്രവർത്തനമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവര് ജീവിച്ചിരിക്കുന്ന ഒരു MP ആയിരിക്കുന്ന, പാർലമെന്റിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ട MPമാരിൽ ഒരാളായിരിക്കുന്ന എന്റെ ശവഘോഷയാത്ര എന്നിട്ട് ഞാൻ നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ എന്റെ ശവസംസ്കാരം നടത്തിയതിനു ശേഷം ഒരു പോത്തിനെ വെട്ടി അത് ആഘോഷിച്ചു. ഇതെല്ലാം ഇടുക്കി ബിഷപ്പിന്റെ ആശീർവാദത്തോടും ഒത്താശയോടും കൂടിയാണ് എന്ന് ഞാൻ പറയുന്നത്. ഈ നിമിഷം ഇവിടെ എതിർക്കുകയോ, എന്റെ ശവം വൈദ്യപിതാവിന് എനിക്ക് വലിയ ബഹുമാനമാണ്, അദ്ദേഹം ഒരു വിശദീകരണം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതും ഉണ്ടായില്ല. അപ്പൊ ഇവരൊക്കെ ദൈവസ്നേഹത്തെ പറ്റിയും ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നതും ഒക്കെ ഏതർത്ഥത്തിലാണെന്നുള്ളതിനെ പറ്റി എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ ഒരു നിലപാട് പറഞ്ഞാൽ PT തോമസ് MP എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ എനിക്ക് ശരി എന്ന് പറയുന്ന ഒരു നിലപാട് പറയുമ്പോൾ എന്നെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തുക, പിണ്ടം വെച്ചു എന്ന് പറഞ്ഞതുപോലെ എന്നെ അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരുത്തുക, അത് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒന്നുമല്ലാത്ത എന്നെ പാർട്ടി വളരെ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ അല്ല. അതിൽ ആർക്കെങ്കിലും ഒരു കുറ്റബോധം തോന്നണമെങ്കിൽ തോന്നേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിനാണ്. ഞാൻ ഒരു വ്യക്തിയെ പറ്റി പറയുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായ സംഘടന കണ്ണുരുട്ടി കാട്ടിയാൽ അതിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി
മത്സരരംഗത്തുണ്ടാകുമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുമായിരുന്നു. ഉദാഹരണത്തിന് 50,000-ൽ പരം വോട്ടിന് അവിടെ ഇടതുപക്ഷം ഈ ബഹളം എല്ലാം ഉണ്ടായിട്ട് ജയിച്ചിട്ടുള്ളൂ. 25,000 വോട്ട് മാറിയാൽ UDF അനുകൂലമാകും. ഇപ്പം ഡീൻ കുര്യാക്കോസ് തന്നെ 25,000 അല്ലെ 26,000 വോട്ട് കിട്ടിയാൽ ജയിക്കും. ആ 26,000 വോട്ട് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ ഒരു ലാഭവും നോക്കാതെ വളരെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ, ഏറ്റവും മിടുക്കരായ പാർട്ടി പ്രവർത്തകരുള്ള ഒരു ജില്ല ഇടുക്കി. കേരളത്തിലെ 3-4 മണ്ഡലത്തെ PT തോമസിന് സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ള വരികൾക്കിടയിൽ കേൾക്കുന്നതേ ഉള്ളൂ. എനിക്കറിയില്ല, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല ഈ കാര്യം. ഈ തൃശ്ശൂർ ഒരു ഓപ്ഷനായിട്ട് വന്നിരുന്നു PT തോമസിന്. എന്റെ അടുത്ത് കോൺഗ്രസിലെ ഉന്നതരായ ചില നേതാക്കന്മാർ പത്തനംതിട്ട, തൃശൂർ അടക്കമുള്ള സീറ്റിൽ മത്സരിക്കുന്നതിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ അതിന് പറഞ്ഞിരുന്നൊരു അഭിപ്രായം, പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, പാർട്ടി എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. ഇതാണ് എന്റെ നിലപാട്. ഞാൻ പാർട്ടിക്ക് വിട്ടുകൊടുക്കുകയത്. പാർട്ടി വിശ്വസിച്ചും പാർട്ടി എന്നെ തള്ളിക്കളയില്ല എന്ന് വിശ്വസിച്ചുമാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒത്തിരി ആളുകൾ വിലപിച്ചല്ലോ. സീറ്റ് കിട്ടിയവർ തന്നെ വിലപിച്ചു, സീറ്റ് മറ്റു പലരും പരിഗണിക്കപ്പെടേണ്ടവർ വിലപിച്ചു. ഞാൻ PT തോമസ് വിലപിച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഉമ്മൻചാണ്ടിയോ സുധീരനോ അല്ലെങ്കിൽ വേറെ രമേശ് ചെന്നിത്തലയോ ആരെയെങ്കിലും പിൻ പോയിന്റ് ചെയ്ത് ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പറയത്തുമില്ല. എനിക്ക് വേണമെങ്കിൽ ആ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന പല പ്രസ്താവനയായിട്ട് ചാനലുകളുടെ മുമ്പിലോ തീരത്തിലായിരുന്നു. ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ഇടുക്കിയിലെത്തുകയും PT തോമസ് തൃശ്ശൂർ മത്സരിക്കുകയും ചാലക്കുടിയിൽ ധനപാൽ മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു അസുഖം വന്ന് ഞാൻ ആശുപത്രിയിലായപ്പോൾ ഈ നേതാക്കളൊക്കെ എന്റെ അടുത്ത് കാണാൻ വന്നിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ആ കാര്യം അവരും സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ളതിന് എനിക്കൊരു വിശദീകരണം എനിക്ക് ലഭിച്ചിട്ടില്ല. താങ്കളുടെ ഒരു രാഷ്ട്രീയ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? രാഷ്ട്രീയ ഭാവി ഞാൻ വളരെ ഇടുക്കി പോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി. അന്ന് ഇടുക്കിയിൽ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, ഇടുക്കി ജില്ലയിൽ. അതുപോലെ തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ബാധിച്ചതിന്റെ അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നാളെ രാഷ്ട്രീയ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞതാ. നമ്മൾ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചാവാം, അല്ലാത്തതിനെതിരെ ചാവാം. അതുകൊണ്ട് രാഷ്ട്രീയ ഭാവി നോക്കിയിരുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവചനം നേതാക്കളും എന്നെ വിളിച്ചു പറഞ്ഞത് PT തോമസിനെ AICC ഭാരവാഹിയായി പരിഗണിക്കും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിരിക്കുകയാണ്. ഇടുക്കി രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ PT തോമസ്? ഞാൻ ഇടുക്കി രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ രംഗത്തുണ്ടാവും. ഏതെങ്കിലും ജില്ലാതലത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊന്നും ഞാൻ രംഗത്തില്ല. ഇടുക്കി തന്നെയാണ് എന്റെ തട്ടകം. ആ തട്ടകത്തിൽ സജീവമായിട്ടുണ്ടാവും. വളരെയധികം നന്ദി.